സുഹൃത്തുക്കളെ, ഒരു AC ട്രെയിനിനെ പരിചയപ്പെട്ടാലോ? കേരളത്തിൽ നിന്ന് തിരുവനന്തപുരം നോർത്തിലേക്ക് പോകുന്ന ഗരീബ് രഥ് എക്സ്പ്രസ് ആണ്. ഈ ട്രെയിനിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ കൂടുതലും തേർഡ് AC മാത്രമുള്ള ഒരു വണ്ടിയാണ്. ഇതിൻ്റെ ചരിത്രം നാം നോക്കുകയാണെങ്കിൽ 2006 അന്നത്തെ റെയിൽവേ മന്ത്രിയായിരുന്ന ലാലു പ്രസാദ് യാദവാണ് ഗരീബ് രഥ് ട്രെയിനുകൾക്ക് ആരംഭം കുറിക്കുന്നത്. 2006 തുടക്കം കുറിച്ച സർവീസാണ് ഇപ്പോൾ 2026 കടക്കുകയാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം സാധാരണക്കാർക്ക് പോലും AC ട്രെയിനുകളിൽ യാത്ര ചെയ്യുക എന്നതായിരുന്നു ഉദ്ദേശം. കാരണം ഇതിലേറ്റവും കൂടുതലുള്ളത് AC 3 ടയറാണ്. അതുകൊണ്ട് സാധാരണക്കാർക്ക് യാത്ര ചെയ്യാൻ ഒരുപാട് ഉപകാരപ്പെടുന്നതാണ്. ഇത് സാധാരണ സൂപ്പർ ഫാസ്റ്റ് പോലെയുള്ള വണ്ടിയാണ്. എന്നാൽ ചിലപ്പോൾ ഇതിന് പ്രയോറിറ്റി കിട്ടിയേക്കാം. എന്നാൽ ഈ വണ്ടി സാധാരണക്കാർക്കിടയിൽ വലിയ ഒരു സ്വാധീനം ലഭിച്ച വണ്ടിയാണ്. ഇത് തുടക്കം കുറിച്ചത് 2008 ജനുവരി 31 മുംബൈയിലെ LTTയിൽ നിന്നും കൊച്ചുവേളിയായ തിരുവനന്തപുരം നോർത്തിലേക്ക് സർവീസ് നടത്തുന്ന ഈ വണ്ടി ആദ്യമായി സർവീസ് നടത്തിയത് 2008 ജനുവരി 31 ആ സമയത്ത് ഈ വണ്ടി ഏകദേശം 1812 കിലോമീറ്ററായിരുന്നു സഞ്ചരിച്ചത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റേഷൻ മഹാരാഷ്ട്ര, താനെ, പൻവേൽ, രത്നഗിരി, മഡ്ഗോൺ, കർവാർ, അങ്കോള, മൂകാംബിക റോഡ്, ബൈന്ദൂർ, ഉടുപ്പി, മംഗലാപുരം ജംഗ്ഷൻ, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, ഷൊർണൂർ, തൃശ്ശൂർ, എറണാകുളം ടൗൺ, കോട്ടയം, ചെങ്ങന്നൂർ, കായംകുളം ജംഗ്ഷൻ, കൊല്ലം ജംഗ്ഷൻ, തിരുവനന്തപുരം നോർത്ത്. ഇങ്ങനെയായിരുന്നു ഈ വണ്ടി സർവീസ് നടത്തിയത്. ആദ്യം ഇതിൻ്റെ നമ്പർ 12, ഇപ്പോഴത്തെ നമ്പർ തന്നെയായ 12201 അല്ലെങ്കിൽ 12202 എന്ന നമ്പറിൽ തന്നെയാണ് ഈ വണ്ടി അന്നും ഇന്നും സർവീസ് നടത്തുന്നത്. ഇനി ഈ വണ്ടി ഫെയർ നോക്കിയാൽ, അഥവാ ഈ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ആകെ ആകുന്ന ചിലവ് ചുരുങ്ങിയ പൈസ മാത്രമാണ്. 1503 കിലോമീറ്റർ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്നും മുംബൈ ലോക്മാന്യ തിലകിലേക്ക്. ആകെ 26 മണിക്കൂറും 35 മിനിറ്റും എടുത്തുകൊണ്ടാണ് ഈ വണ്ടി ഓടിയെത്തുന്നത്. ഇതിൽ ആകെ 2 തരം കോച്ചുകൾ മാത്രമേ ഉള്ളൂ. ഒന്ന് ചെയർ കാറും ഒന്ന് തേർഡ് ACയും. സാധാരണ വണ്ടികൾക്ക് തേർഡ് ACകൾക്ക് B എന്നും ചെയർ കാറിന് C എന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അക്ഷരമാണ് സൂചിപ്പിക്കൽ. എന്നാൽ ഈ വണ്ടിയിൽ തേർഡ് ACക്ക് G എന്നും ചെയർ കാറിന് J എന്നുമാണ് ഉപയോഗിക്കാറുള്ളത്. ഇതിന് തിരുവനന്തപുരം നോർത്തിൽ നിന്ന് LTTയിലേക്ക് പോകുമ്പോൾ, അഥവാ ലോക്മാന്യ തിലകിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ചെയർ കാർ റേറ്റ് 1165 രൂപയാണ്. എന്നാൽ തേർഡ് ACയുടെ റേറ്റോ 1330 രൂപയും മാത്രമാണ്. ഇനി ഈ വണ്ടിയുടെ കോച്ചിങ് കോമ്പോസിഷൻ നോക്കുകയാണെങ്കിൽ 3 ചെയർ കാറും 16ഓളം തേർഡ് ACയുമാണ് ഇതിനുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൻ്റെ തേർഡ് AC G എന്നും ചെയർ കാർ J എന്നുമാണ് അറിയപ്പെടുന്നത്. ഇത് എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് മുംബൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര പുറപ്പെടുന്നത്. ആ സമയത്ത് ഇതിൻ്റെ നമ്പർ 12201 എന്ന നമ്പറാണ്. എന്നാൽ തിരിച്ച് മുംബൈയിലേക്ക് സർവീസ് നടത്തുന്നത് എല്ലാ ഞായറാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയുമാണ്. ആ സമയത്ത് ഇതിൻ്റെ നമ്പർ 12202 എന്ന നമ്പറിലാണ്. ഇനി ഈ വണ്ടി നിർത്തുന്ന സ്റ്റേഷനുകളൊന്ന് പരിചയപ്പെട്ടാലോ?
തിരുവനന്തപുരം നോർത്ത് ഗരീബ് രഥ് എക്സ്പ്രസ് അഥവാ 12201 വണ്ടി എല്ലാ വെള്ളിയാഴ്ചയും 4:45 മുംബൈ ലോക്മാന്യ തിലകിൽ നിന്ന് പുറപ്പെട്ടാൽ അതിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പ് താനയിലാണ്. 5:07 താനയിലെത്തുന്നു. 5:50 പൻവേലും രാത്രി 10:30 രത്നഗിരി എത്തലോടുകൂടെ അതിൻ്റെ ഒന്നാമത്തെ ദിവസത്തെ സ്റ്റോപ്പ് അവസാനിക്കുകയാണ്. രണ്ടാം ദിവസം 3 മണിക്ക് മഡ്ഗോൺ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലും 4 മണിക്ക് കർവാർ റെയിൽവേ സ്റ്റേഷനിലും 4:22 അങ്കോള റെയിൽവേ സ്റ്റേഷനിലും 5:38 ബൈന്ദൂർ മൂകാംബിക റോഡ് റെയിൽവേ സ്റ്റേഷനിലും 6:30 ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിലും 8:05 മംഗലാപുരം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലും 8:49 കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലും 9:57 കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലും 11:17 കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലും 11:59 തിരൂർ റെയിൽവേ സ്റ്റേഷനിലും 1 മണിക്ക് ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലും 1:40 തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലും 2:55 എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിലും 4:22 കോട്ടയം റെയിൽവേ സ്റ്റേഷനിലും 4:44 ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിലും 4:54 തിരുവല്ലയും 5:04 ചെങ്ങന്നൂരും 5:28 കായംകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലും 6:12 കൊല്ലം ജംഗ്ഷനിലും 8:25 തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തുകയാണ്. നാം കണ്ണൂർ ജനശതാബ്ദിക്ക് പറഞ്ഞതുപോലെ ഇതിനും കായംകുളത്തിൻ്റെയും കോട്ടയത്തിൻ്റെ ഇടയിലും 3 സ്റ്റോപ്പുകൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം വണ്ടികൾക്ക് ഈ സ്റ്റോപ്പ് എന്നുള്ളത് ഇത് വല്ലാത്ത പ്രയാസമുള്ളതാണ്. അത് മാറ്റുകയാണെങ്കിൽ വണ്ടിയുടെ സ്പീഡ് കുറച്ചും കൂടി കൂട്ടി പെട്ടെന്ന് നമുക്ക് തിരുവനന്തപുരം നോർത്തിൽ നിന്ന് മുംബൈയിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. ഈ വണ്ടി തിരുവനന്തപുരം നോർത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ നിർത്തുന്ന സ്റ്റോപ്പുകളും എത്തിച്ചേരുന്ന സമയം നോക്കിയാലോ. രാവിലെ 9:10 തിരുവനന്തപുരം നോർത്തിൽ നിന്ന് പുറപ്പെട്ടാൽ 10:05 കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലും 10:42 കായംകുളം ജംഗ്ഷനിലും 11:05 ചെങ്ങന്നൂർ 11:16 തിരുവല്ല 11:26 ചങ്ങനാശ്ശേരി 11:45 കോട്ടയം 12:50 എറണാകുളം ടൗൺ 2:09 തൃശ്ശൂർ 3:05 ഷൊർണൂർ ജംഗ്ഷൻ 3:49 തിരൂർ 4:26 കോഴിക്കോടും 5:52 കണ്ണൂരും 7:04 കാസർഗോഡും 8:05 മംഗലാപുരം ജംഗ്ഷനിലും 9:38 ഉടുപ്പിയിലും 10:20 ബൈന്ദൂർ മൂകാംബികയിലും 11:26 അങ്കോളയും 11:43 കർവാറും എത്തലോടുകൂടെ ഇതിൻ്റെ ഒന്നാമത്തെ സ്റ്റോപ്പുകൾ അവസാനിക്കുകയാണ്. രണ്ടാമത്തെ ദിവസം കുറിക്കുന്നത് ഗോവ റെയിൽവേ സ്റ്റേഷനിൽ 1:05 എത്തിക്കൊണ്ടാണ്. 4:50 രത്നഗിരിയും 9:42 പൻവേലും 10:58 താനയും 11:45 മുംബൈ എത്തലോടുകൂടെ ഈ വണ്ടിയുടെ യാത്ര അവസാനിക്കുകയാണ്. എളുപ്പത്തിൽ നമുക്ക് ഈ വണ്ടിയിൽ നല്ല തണുത്ത് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ്. ഈ വണ്ടിയിൽ യാത്ര ചെയ്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ ഇടാൻ മറക്കരുത്. പുതിയ വീഡിയോയുമായി വരുന്നവരെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.